Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss the portion what is a fuel of class 8th students, and our chapter name is combustion and flame. So today we are going to discuss what is a fuel. Okay, എന്താണ് fuel എന്നൊരു topic ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So I think all of you are familiar with fuel because in that first portion what is combustion. Okay, in that portion we discussed combustible substances are called fuels. കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഫ്യൂവൽസ് എന്ന് പറയുന്ന എന്നൊരു പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷനും കുറച്ച് പോയിന്റ്സും ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ for our industrial and domestic purposes we are using different types of materials. Okay, so for example, sources of heat energy. For in our domestic and industrial purpose we are using some materials for sources of heat energy. For example, wood, charcoal, LPG. Such materials are called fuels. ഇപ്പം ഡൊമസ്റ്റിക് പർപ്പസിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും നമ്മൾ ഹീറ്റ് എനർജിയുടെ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഫ്യൂവൽ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒന്നും കൂടെ പറയാം. ഡൊമസ്റ്റിക് മീൻസ് ഗാർഹികമായിട്ടും ഇൻഡസ്ട്രിയൽ വ്യാവസായികമായിട്ടും നമ്മൾ ഹീറ്റ് എനർജിയുടെ സോഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എന്ത് തന്നെയാണ്? ഫ്യൂവൽസ് തന്നെ ആണ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ്, ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ കോള്, പിന്നെ LPG തുടങ്ങിയ വസ്തുക്കളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? സോഴ്സസ് ഓഫ് ഹീറ്റ് എനർജി ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഫ്യൂവൽസ് എന്ന് പറയുന്നത്. കാരണം കമ്പസ്റ്റബിൾ മീൻസ് അത് എന്ത് ചെയ്യും? ഓക്സിജനോട് റിയാക്ട് ചെയ്ത് കമ്പഷൻ നടക്കുന്നത് കൊണ്ട് കമ്പസ്റ്റബിളും ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റ്, സോഴ്സ് ഓഫ് ഹീറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് ഉറപ്പിച്ച് പറയാം? ഫ്യൂവൽസ് ആണ് എന്ന് ഉറപ്പിച്ച് പറയാം. ദെൻ നെക്സ്റ്റ് സം പോയിന്റ്സ് ആർ റിലേറ്റഡ് ടു ഗുഡ് ഫ്യൂവൽ. ഓക്കെ, ഒരു ഗുഡ് ഫ്യൂവലിന് വേണ്ടുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? റെഡിലി അവൈലബിൾ. സോ ഫസ്റ്റ് പോയിന്റ് റെഡിലി അവൈലബിൾ മീൻസ് എന്താ? എപ്പോഴും ലഭ്യമായിരിക്കണം. സോ സെക്കൻഡ് പോയിന്റ് റിലേറ്റഡ് ടു ദ പോയിന്റ്സ് റിലേറ്റഡ് ടു ആൻ ഐഡിയൽ ഫ്യൂവൽ, അതർവൈസ് എ ഗുഡ് ഫ്യൂവൽ. ഓക്കെ, ഒരു ഗുഡ് ഫ്യൂവലിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? റെഡിലി അവൈലബിൾ ആയിരിക്കണം. റെഡിലി അവൈലബിൾ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെഡിലി അവൈലബിൾ. സോ ഫസ്റ്റ് വൺ പറയുന്നത് റെഡിലി അവൈലബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ ചീപ്പ് റേറ്റ്. അതിന്റെ വില എന്തായിരിക്കണം? ചീപ്പ്, കുറഞ്ഞ വിലയായിരിക്കണം. ചീപ്പ് റേറ്റ് ആയിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചീപ്പ് റേറ്റ് ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? they reacts with oxygen and produce a large amount of heat energy. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു വലിയ എമൗണ്ട് ഹീറ്റ് എനർജി എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ബേൺസ് ഈസിലി ഇൻ എയർ അറ്റ് മോഡറേറ്റ് റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസിലി ബേൺ ഇൻ എയർ അറ്റ് മോഡറേറ്റ് റേറ്റ്. അപ്പം വേഗത്തിൽ എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം. ഈസിലി ബേൺസ് ഇൻ എയർ അറ്റ് moderate rate. And last point, it does not leave behind any undesirable substances. ഓക്കെ, അപ്പം പൊല്യൂട്ടൻസ് അങ്ങനെയുള്ള വസ്തുക്കളൊന്നും എന്ത് ചെയ്യരുത്? ബേൺ ചെയ്തതിന് ശേഷം അവിടെ ബാക്കി വെക്കരുത്. അങ്ങനെ ഒരു ഫ്യൂവൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റൂ? ഒരു ഗുഡ് ഫ്യൂവൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്താ പറയുന്നത്? റെഡിലി അവൈലബിൾ ആയിരിക്കണം, എപ്പോഴും ലഭ്യമായിരിക്കണം. സെക്കൻഡ് വൺ ചീപ്പ് റേറ്റ്, വില കുറവായിരിക്കണം. തേർഡ്, ഇറ്റ് ഈസിലി ബേൺ ഇൻ എയർ അറ്റ് മോഡറേറ്റ് റേറ്റ്, വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം? ഫയറിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ഈസിലി ബേൺ ചെയ്തിട്ട് ഒരു വലിയ എമൗണ്ട് ഹീറ്റ് എനർജി എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ലീവ് ബിഹൈൻഡ് എനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്. ഈ ബേണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം യാതൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യരുത്? അവശേഷിക്കരുത്. അങ്ങനെ ഒരു ഫ്യൂവലിനെ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? ഗുഡ് ഫ്യൂവൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗുഡ് ഫ്യൂവൽ ആണെങ്കിൽ റെഡിലി അവൈലബിൾ ആയിരിക്കണം, ചീപ്പ് റേറ്റ് ആയിരിക്കണം, ഈസിലി ബേൺ ചെയ്യണം, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, യാതൊരു അൺഡിസൈറബിൾ സബ്സ്റ്റൻസും ലീവ് ബിഹൈൻഡ് ആവരുത്. ഓക്കെ, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപോലെ കാണിക്കുന്ന ഒരു ഫ്യൂവലിനെ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? ഒരു ഗുഡ് ഫ്യൂവൽ എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്താ? അങ്ങനെ ഒരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് അവൈലബിൾ അല്ല. കാരണം നമ്മൾ ഇതൊന്ന് എന്താ ഒന്ന് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും, എപ്പോഴും എല്ലാ ഫ്യൂവലും എന്താണെന്നില്ല അവൈലബിൾ ആകണമെന്നില്ല. ഇനി റേറ്റ് ചിലത് എന്താണ്? കോസ്റ്റ്ലി ആയിരിക്കും. ചിലപ്പോൾ ചിലത് ചീപ്പ് റേറ്റ് ആണെങ്കിലും
അത് അൺഡിസൈറബിൾ സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യും, ലീവ് ബിഹൈൻഡ്, അല്ലെങ്കിൽ ദോഷം ചെയ്യുന്ന പല വസ്തുക്കളും അതിന്റെ ബേണിങ്ങിന് ശേഷം അവിടെ അവശേഷിക്കും. പിന്നെ എന്താണ്, വളരെ വേഗത്തിൽ ചിലപ്പം ഫയറിനെ ക്യാച്ച് ചെയ്തില്ല എന്ന് വരും, ഒരുപാട് എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വരും. അപ്പം ഇതെല്ലാം ഒരുപോലെ കാണിക്കുന്ന ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് എന്തല്ല, അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂവലിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തില്ല, ഒരു ഐഡിയൽ ഫ്യൂവൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഐഡിയൽ ഫ്യൂവൽ. അപ്പം ഐഡിയൽ ഫ്യൂവൽ ആവണമെങ്കിൽ ഈ ഇത്രയും പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ, ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ വുഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിന്റെ റേറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആകണം എന്നില്ല വുഡ്. ഇനി ബേണിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഉറപ്പായിട്ട് അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളരെ വേഗത്തിൽ എന്ത് ചെയ്യില്ല, ഫയറിനെ ക്യാച്ച് ചെയ്തില്ല, ഒരുപാട് എമൗണ്ട് ഹീറ്റ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വുഡിനെ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഐഡിയൽ ഫ്യൂൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി LPG എടുക്കുകയാണെങ്കിൽ എന്താ, കോസ്റ്റ്ലി ആണ്, എപ്പോഴും നമുക്ക് അവൈലബിൾ ആകണമെന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഫ്യൂവലിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഐഡിയൽ ഫ്യൂവൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സോഴ്സസ് ഓഫ് ഹീറ്റ് എനർജിക്ക് വേണ്ടി നമ്മൾ ഡൊമസ്റ്റിക്കും ഇൻഡസ്ട്രിയലും ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്തെന്നാ പറയുന്നത്, ഫ്യൂവൽസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്യൂവൽ ഒരു ഐഡിയൽ ഫ്യൂവൽ അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്യൂവൽ ആണെന്ന് പറയണമെങ്കിൽ അത് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് ഉണ്ടായിരിക്കണം, റെഡിലി അവൈലബിൾ ആകണം, cheap rate, then easily burn in air at moderate rate, then produce a large amount of heat energy, and it does not leave behind any undesirable substances. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഫ്യൂവലിനെ ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഫ്യൂവൽ നമുക്ക് ഇതുവരെയും എന്തല്ല, അവൈലബിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി. ഫോർ എക്സാമ്പിൾ നമ്മൾ വുഡും LPG എടുത്തൊന്ന് കമ്പയർ ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു കമ്പയർ ദ എഫിഷ്യൻസി ഓഫ് വുഡ് ആൻഡ് LPG. വി നീഡ് ടു ബേൺ 1 liter ഓഫ് വാട്ടർ. നോർമലി വി വിൽ പ്രിഫർ LPG അല്ലെ. നമുക്ക് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ വുഡും നമുക്ക് അവൈലബിൾ ആണ്, LPG അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഏതേ ചൂസ് ചെയ്യത്തുള്ളൂ, LPG ചൂസ് ചെയ്യും. കാരണം വളരെ വേഗത്തിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ വുഡ് കത്തിച്ചിട്ട് അത് ബേൺ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ബേൺ ചെയ്തെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ബോയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതില് ഈ രണ്ട് ഫ്യൂവൽസിന്റെ എഫിഷ്യൻസിയിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇപ്പം ഈ LPG ആണ് എന്തിനേക്കാളും, വുഡിനേക്കാളും കുറേയും കൂടി എഫിഷ്യന്റ് ആയ ഒരു ഫ്യൂവൽ ആണ് LPG എന്ന് പറയുന്നത്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തൊരു പോയിന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Okay, so the amount of heat energy produced after complete combustion of 1 kg of fuel is called its calorific value. Okay, so അപ്പം 1 കിലോഗ്രാം ഫ്യൂവല് കംപ്ലീറ്റ് കമ്പഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. ഓക്കെ, സോ അപ്പം പുതിയൊരു ടേം ആണ് കലോറിഫിക് വാല്യൂ. അപ്പൊ calorific values എന്ന് വെച്ചാൽ എന്താണ്, the amount of heat energy produced after complete combustion of 1 kg of fuel is called its calorific value. Okay, അപ്പം 1 കിലോഗ്രാം ഫ്യൂവല് അതിന്റെ കംപ്ലീറ്റ് കമ്പഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ LPGയും വുഡും എടുത്തതിൽ കലോറിഫിക് വാല്യൂ കൂടിയത് ഏത് ഫ്യൂവൽ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, LPG ആണെന്ന് പറയാം അല്ലെ. 1 കിലോഗ്രാം വുഡ് ബേൺ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയെക്കാളും കൂടുതൽ ഹീറ്റ് എനർജി 1 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ LPG ബേൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് പ്രിഫർ ചെയ്യുന്നത്, LPG പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ കലോറിഫിക് വാല്യൂ ഓഫ് LPG ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് വുഡ്. ഈ LPGയുടെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് വുഡിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, കുറേയും കൂടെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ ശ്രമിച്ചാലും അതിനേക്കാൾ വേഗത്തിൽ നമുക്കത് ഗ്യാസ് സ്റ്റൗവിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, വേഗത്തിൽ തിളപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദാറ്റ് കലോറിഫിക് വാല്യൂ. അപ്പം യൂണിറ്റ് ഓഫ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, എന്താണ് കലോറിഫിക് വാല്യൂന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നതാണ് കലോറിഫിക് വാല്യൂയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഇവിടെ ഇത് കൗഡങ് കേക്സിന്റെ കലോറിഫിക് വാല്യൂ ആണ് കേട്ടോ. കൗഡങ് കേക്സിന്റെ ഒരു കലോറിഫിക് വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. 6000 to 8000, ഏകദേശം 6000നും 8000നും ഇടയിലാണ് എന്തിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്, കൗഡങ് കേക്സിന്റെ. ഈ ഒരു വാല്യൂയിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്,
1 കിലോഗ്രാം കൗഡം കേക്ക് കംപ്ലീറ്റ് കമ്പഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 6000-നും 8000-നും ഇടയിലാണ് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, കിലോ ജൂൾ പെർ കിലോഗ്രാം ഇസ് ദ യൂണിറ്റ് ഓഫ് കലോറിഫിക് വാല്യൂ. അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. ഡൊമസ്റ്റിക്കും ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മൾ ഹീറ്റ് എനർജിയുടെ സോഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ എന്തെന്നാ പറയുന്നത്, ഫ്യൂവൽസ് എന്നാണ് പറയുന്നത്. ഒരു ഫ്യൂവൽ ഗുഡ് ഫ്യൂവൽ അല്ലെങ്കിൽ ഐഡിയൽ ഫ്യൂവൽ ആവണമെന്നുണ്ടെങ്കിൽ അത് റെഡിലി അവൈലബിൾ ആയിരിക്കണം, ചീപ്പ് റേറ്റ് ആയിരിക്കണം, ഈസിലി ബേൺ ചെയ്യണം, ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ബേണിംഗ് ഡസ് നോട്ട് ലീവ് ബിഹൈൻഡ് എനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്. That's why there is no fuel considered as an ideal fuel. Okay, then next one related to fuel efficiency. The amount of heat energy produced after complete combustion of 1 kg of fuel is called its calorific value. So calorific value of each and every fuel differ from one another. Okay, അപ്പം ഓരോ ഫ്യൂവൽസിന്റെയും കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് എന്തായിരിക്കും, വ്യത്യസ്തം ആയിരിക്കും. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് കൗഡൻ കേക്കിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 6000-നും 8000-നും ഇടയിൽ തന്നിരിക്കുന്നു. മീൻസ് എന്താണ്, 1 കിലോഗ്രാം കൗഡൻ കേക്ക് കംപ്ലീറ്റ് കമ്പഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 6000-നും 8000-നും ഇടയിലാണ്. അതിന്റെ യൂണിറ്റ് എന്താണ്, കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.